സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ വ്യാവസായിക നയങ്ങൾ കാരണം ചെറുകിട റൈസ് ഫ്ലോർ മില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് തന്നെ ജോലിയില്ലാതിരിക്കുമ്പോൾ തന്നെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പുതിയ മില്ലുകൾക്ക് ലൈസൻസ് നൽകുന്നതായി അവർ ആരോപിച്ചു. റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകി വന്നിരുന്ന പച്ചരി, ഗോതമ്പ് എന്നിവയുടെ അളവ് കുറച്ചതും പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമായതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതിനെതിരെ ജനുവരി 29 നടക്കുന്ന നിയമസഭാ മാർച്ചിൽ ജില്ലയിലെ മുഴുവൻ മില്ലുടമകളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ ആഹ്വാനം ചെയ്തു. സർക്കാരിന്റെ ഈ തെറ്റായ വികലമായ വ്യവസായ നയം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. യാതൊരു മാനദണ്ഡവും നോക്കാതെ ഇതിന് കൂട് പോലെ മുളച്ച് പൊന്തുന്ന രീതിയിൽ ഇതിൽ ലൈസൻസുകൾ അനുവദിക്കരുത്. പണ്ടൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ നെയ്ബേഴ്സിന്റെ സമ്മതപത്രവും കാര്യങ്ങളൊക്കെ കർശനമായി നടപ്പാക്കിയിരുന്നു. ഇപ്പൊ അതിനൊക്കെ ഇളവ് വരുത്തി. ഇപ്പോ ഒരു സാധ്യത പഠനവും നടത്താതെ ഈ വ്യവസായത്തെ കണ്ടമാനം ലൈസൻസ് കൊടുത്തുകൊണ്ട് നിലവിലുള്ളവയും പുതിയത് തുടങ്ങുന്നവയും അടച്ചുപൂട്ടൽ ഭീഷണി. ഏകദേശം 4600 റൈസ് മില്ലുകൾ, നിലവിൽ പഴയതും പുതിയതുമായ ഏകദേശം 4600ഓളം റൈസ് മില്ലുകൾ കേരളത്തിലുടനീളം ഈ വർഷം തന്നെ കൂട്ടിയതായിട്ടാണ് കണക്കിൽ പറയുന്നത്. അങ്ങനെ അതേപോലെ ഇതിന്റെ ഈ തൊഴിൽ രംഗം വളരെ ശോഷിച്ചു പോയി. അതിന്റെ കാരണം എന്താ വെച്ചാല് റേഷൻ കടയിൽ കൂടെ നമുക്ക് ഞങ്ങളുടെ മില്ലുകളിൽ പ്രോസസ് ചെയ്യുന്ന പച്ചരി, ഗോതമ്പ്, അതേമാതിരി മാവേലി കൂടെ വിതരണം ചെയ്യുന്ന മുളക്, മല്ലി, അങ്ങനത്തെ സാധനങ്ങൾ, മഞ്ഞൾ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പണി നിന്ന് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന് ശക്തമായി പ്രതിഷേധിക്കാനും ഇത് പ്രതിരോധിക്കാനും വേണ്ടി ഞങ്ങളിപ്പോ ഒരു നിയമസഭാ മാർച്ച് ഈ ജനുവരി 29 തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ പ്രക്ഷോഭ പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് പി.കെ. ശ്രീനിവാസൻ, സെക്രട്ടറി എ.ഡി. ഹംസ പാണ്ടിക്കാട്, ട്രഷറർ ഷെമി മരക്കാർ, വർക്കിംഗ് സെക്രട്ടറിമാരായ വി.പി. ഇർഷാദ് റാഫി, പി. സത്യരാജൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ.ടി. മൂസക്കുട്ടി, ബാവ നെടിയോടത്ത്, ഉബൈ തവനൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.